നിങ്ങളുടെ എക്സിൻ്റെ അടുത്ത നീക്കം എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 3 കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഹൈ പ്രീസ്റ്റ്, 5 ഓഫ് വാണ്ട്സ് ആൻഡ് 7 ഓഫ് വാണ്ട്സ്. നിങ്ങൾ വളരെ ഇൻറ്റ്യൂഷനോടെ തിരഞ്ഞെടുത്തിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. നിങ്ങളില്ലാതെ ഇപ്പോൾ ഇവർ വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായി റീകണക്റ്റ് ആവാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലാണ് അവരിപ്പോൾ. സഡൻലി ആ ഒരു എനർജി നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇവരുടെ എനർജി നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്, എവിടുന്നോ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ നല്ല സന്തോഷത്തിലൊക്കെ ജീവിച്ചു വരികയായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് നിങ്ങൾ വളരെ സാഡ് ആകുന്നു, ഇറിറ്റേറ്റഡ് ആകുന്നു, അനോയ്ഡ്, ആംഗ്രി, അങ്ങനെ എന്തൊക്കെയോ ഫീലിങ്സാണ് നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. അത് ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾ പിക്ക് ചെയ്തെടുക്കുന്ന എനർജിയാണ്. നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് സ്ട്രോങ്ലി കണക്റ്റഡ് ആണ്. ഈ 7 ഓഫ് വാണ്ട്സ് ഉണ്ടല്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവർ വളരെ ഡിഫെൻസീവാണ്. അവരുടെ ആക്ഷന് ഒന്നിനും അവരൊരു അക്കൗണ്ടബിലിറ്റിയും എടുക്കില്ല. ഇപ്പോൾ അവർ വന്നാൽ തന്നെ നിങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കും, അതോ നിങ്ങൾ വഴക്കിടുമോ, നിങ്ങൾ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമോ, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ട് അവരുടെ മൈൻഡിൽ. അതുകൊണ്ട് തന്നെ നല്ല പേടിയുമുണ്ട് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുവാനായിട്ട്. അതുപോലെ തന്നെ ഇൻസൈഡ് അവർ വളരെ കോൺഫ്ലിക്ട്സ്, ഒരുപാട് ഇന്നർ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. അവരുടെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കരമാണ് ഇപ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് നമ്മളിവിടെ 3 കാർഡ് എടുക്കുകയാണ്. ദ വേൾഡ്, 4 ഓഫ് കപ്സ് ആൻഡ് 3 ഓഫ് കോയിൻസ്. അപ്പോൾ നിങ്ങളത് അവരുടെ മനസ്സിൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്താൽ അവരെന്ത് ചെയ്യുന്നതാണ് അവർ ചിന്തിക്കുന്നത്. കാരണം ആ ഒരു റിജക്ഷൻ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് എപ്പോഴും ഒരു വിക്ടിം മെൻറ്റാലിറ്റിയാണുള്ളത്. അതായത് അവർ ചിന്തിക്കുന്നത് അവരുടെ ലൈഫ് അൺഫെയർ ആണ്, അവർക്ക് മാത്രം എന്താണ് ഇങ്ങനെ, അവരെപ്പോഴും ഒരു വിക്റ്റിമായി മാറുകയാണല്ലോ. ഇങ്ങനെയുള്ള തോട്ട്സൊക്കെ, അതായത് ഇങ്ങനെയുള്ള നോൺസെൻസ് തോട്ട്സാണ് എപ്പോഴും അവർ അവരുടെ മൈൻഡിലൂടെ പോകുന്നതും അവരോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ അത് ഉടനെ നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അവരെന്തായാലും തിരിച്ചു വരും. ഉടനെ ഉണ്ടാവില്ല. അതായത് ഈ വ്യക്തി വരും നിങ്ങളുടെ അടുത്തേക്ക്, പക്ഷെ കുറച്ച് വൈകിട്ടാണ് എന്തായാലും അവർ വരുള്ളൂ. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ഒരു കണ്ണ് മീൻസ് അവരെപ്പോഴും നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ വേറെ തേർഡ് പാർട്ടി ഉണ്ടോ, അതൊക്കെ അവർക്ക് ഭയങ്കര ഡൗട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷനും അവർ എവിടെന്നെങ്കിലുമൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് കിട്ടാവുന്നിടത്തു നിന്നെല്ലാം നിങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവർ കളക്ട് ചെയ്യുന്നുണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസ് കണ്ടോ, അവർ നിങ്ങളായിട്ടൊരു ഫാമിലി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർ നിങ്ങളിൽ സ്റ്റെബിലിറ്റി കാണുന്നുണ്ട്. അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. എന്താണ്, നിങ്ങൾ ഒരിക്കലും അവരെ ഇട്ടിട്ട് പോകില്ല എന്നുള്ളത്. അവരുടെ ഈ ലൈഫിൽ അവരെ ആരൊക്കെ ഉപേക്ഷിച്ച് പോയാലും അവരുടെ നോൺസെൻസ് എല്ലാം സഹിച്ച് നിങ്ങൾ എന്നും കൂടെ ഉണ്ടാകുമെന്നാണ് അവർ കരുതുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്ക് ചെറിയൊരു പേടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരെ ഇട്ടേച്ച് പോകുമോ എന്നൊക്കെ. അതുകൊണ്ട് തന്നെയാണ്, ആ ഒരു പേടി ഉള്ളത് കൊണ്ടാണ് അവർ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യുന്നത്. എന്തായാലും അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ അവർ തിരിച്ചു വരുമല്ലോ. അപ്പോൾ അവർ തിരിച്ചു വരുന്ന ടൈമിൽ ഒന്നും തന്നെ സംഭവിക്കാത്ത മട്ടിലായിരിക്കും തിരിച്ചു വരുന്നത്. അതിപ്പോൾ ചിലപ്പോൾ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവർ വരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും അവരൊന്നും സംഭവിക്കാത്ത പോലെ വളരെ നോർമലായിട്ട് നിങ്ങളോട് സംസാരിക്കും. അങ്ങനൊരു വൈബിലാണ് അവർ വരുന്നത്. അവർ ചില ലൈറ്റ് ഹേർട്ടഡ് മെസ്സേജസ് ഒക്കെ ആയിട്ട് വരും. അതായത് അവരുടെ ടോപ്പിക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ പോലും അത് അവർ ഡീവിയേറ്റ് ചെയ്ത് വിടും. അവരിപ്പോൾ ഒരുപാട് ഇന്നർ കോൺഫ്ലിക്ട്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് നിങ്ങൾ അവരെ വിട്ടിട്ട് പോവില്ല എന്നൊക്കെ പറഞ്ഞു, എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞു. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ
നിങ്ങൾ അവരെ വിട്ടിട്ട് പോയി. ഇങ്ങനെയാണ് അവർ പറയുന്നത്. അതായത് നിങ്ങൾ എന്നെ വിട്ടിട്ട് പോവില്ല, ലൈഫ് ടൈം എൻ്റെ കൂടെ ഉണ്ടാവും, ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ പോവുകയും ചെയ്തു. അങ്ങനെ ആണ് അവർ നിങ്ങളെ പറയുന്നത്. മീൻസ് നിങ്ങളെയാണ് അവർ ബ്ലെയിം ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ ചാറ്റുകളും കോൺവെർസേഷനും ഒക്കെ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരൊരു വിക്റ്റിമാണെന്ന് അവർക്ക് തെളിയിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് നിങ്ങളുടെ ചാറ്റിൽ നിന്ന് കിട്ടുമോ എന്നാണ് അവർക്ക് പറയേണ്ടത്. ഇപ്പോൾ അവർ പറയുന്നതും നിങ്ങളാണ് അവരെ ഇട്ടിട്ട് പോയതെന്നാണ്, നിങ്ങളാണ് തെറ്റ് ചെയ്തത്, അവർ നല്ലൊരു വ്യക്തിയാണ്. ഇതൊക്കെയാണ് അവരിങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നല്ലൊരു വ്യക്തിയാണ്, എന്നെ അവരിട്ടിട്ട് പോയി, അങ്ങനെയുള്ളൊരു തോട്ട്സിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ വ്യക്തി വളരെ ഗുഡാണ്, നിങ്ങളാണ് ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള പർപ്പസ് എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഇങ്ങനെ നിങ്ങളെക്കുറിച്ചുള്ള ഓരോ ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് പോലും അവരിപ്പോൾ സംശയിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ കാണിച്ചാലും നിങ്ങൾ തിരിച്ചു വരും, ഇനി എന്തൊക്കെ കാണിച്ചാലും അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. പക്ഷേ ഒരു 6 മാസത്തേക്ക് അവരിൽ നിന്നും ഒന്നും തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാരണം അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്, നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകണം. നിങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആബ്സെൻസ് അവർക്ക് കൂടുതൽ ഫീൽ ചെയ്യും. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും ഇങ്ങനെ പറയുമ്പോൾ, ഇതിന് നമ്മൾക്ക് എങ്ങനെ ഒരു റിവെഞ്ച് കൊടുക്കാൻ പറ്റുമെന്ന്. ഇങ്ങനെയുള്ള ആളുകളോട് നമ്മൾ പ്രതികാരം ചെയ്യുന്നത് ഒട്ടും തന്നെ വേർത്തല്ല. ഇതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നിങ്ങൾക്കിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് നിങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആൾ. നിങ്ങളെ എങ്ങനെയാണോ റെസ്പെക്റ്റ് ചെയ്യുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും മറ്റുള്ളവർ നിങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഒട്ടും വേർത്തിയല്ലാന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മറ്റുള്ളവർക്കും അങ്ങനെ തന്നെയായിരിക്കും തോന്നുന്നത്. സെൽഫ് റെസ്പെക്റ്റ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ പവർ. നിങ്ങളുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളൊരു വ്യക്തിയുമായി റിലേഷനിലാണെങ്കിലും നിങ്ങളുടെ ഇമോഷൻസ്, സാഡ്നെസ്, ഹാപ്പിനെസ് എല്ലാം കൺട്രോൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളൊരു ബേബിയല്ല. നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ സങ്കടം മറ്റൊരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളെ വിളിച്ചാൽ കുറയുമെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? നിങ്ങളൊന്നും ആരോടും ഡിമാൻഡ് ചെയ്യണ്ട. ചിലർ പറയാറില്ലേ, അതായത് എനിക്കിപ്പോൾ ആ വ്യക്തിയിൽ ജീവിക്കാൻ വയ്യ എന്നൊക്കെ. എന്താണ് നിങ്ങൾ അങ്ങനെയൊക്കെ പറയണത്? നിങ്ങളൊരു ബേബിയാണ് എങ്കിൽ, ഒരു കുട്ടിയാണ് എങ്കിൽ, ആ കുട്ടി കരയുമ്പോൾ അതിൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേരൻസ് വേണം. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഒരു കുട്ടിയല്ല, ഒരു ബേബി അല്ലല്ലോ. നിങ്ങൾ ഓൾറെഡി അതെല്ലാം പഠിച്ചു കഴിഞ്ഞതല്ലേ. സോ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. എന്താണ്? ഇമോഷണലി കൺട്രോൾ ആകുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതൊരിക്കലും മറ്റുള്ളവരെ ഏൽപ്പിക്കരുത്. അവരുടെ ലൈഫ് നോക്കും, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നോക്കുക. നിങ്ങളുടേതായൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം. അത് മറ്റുള്ളവരിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ റെസ്പെക്റ്റ് തിരിച്ചു കിട്ടും. നമ്മളിപ്പോൾ ആരുടെയും ഒരു ഷുഗർ കോട്ട് സംസാരത്തിൽ വീഴാതിരിക്കുക. ഇപ്പോൾ ചിലർ പറയില്ലേ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിൻ്റെ ലൈഫിൽ മുഴുവൻ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും എന്തൊക്കെ സംഭവിച്ചാലും എന്നൊക്കെ. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ ഞാൻ പറയണു, ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം അവരുടെ കാര്യം വരുമ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകും. 100% ഉറപ്പാണത്. നിങ്ങളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ അവരെ നിങ്ങൾ അനുവദിക്കരുത്. ആരില്ല എങ്കിലും ഞാൻ ജീവിക്കും, എനിക്ക് ഞാനുണ്ട്. എന്നെ സന്തോഷിപ്പിക്കാനും എന്നെ പ്രശംസിപ്പിക്കാനും അല്ലെങ്കിൽ എന്നെ ആശ്വസിപ്പിക്കാനും ഒക്കെ എനിക്ക് ഞാൻ തന്നെ മതി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണ്. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ. അവരിപ്പോൾ നിങ്ങളോട് വഴക്കിട്ട് തേർഡ് പാർട്ടിയുടെ അടുത്ത് പോകുന്നു, അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്നു.
എന്നിരുന്നാലും ഇതെല്ലാം സർവൈവ് ചെയ്ത് അവരുടെ ലൈഫിൽ നിൽക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കുമോ? അല്ലെങ്കിൽ നിങ്ങളത് സമ്മതിച്ചു കൊടുക്കുമോ? ഒരിക്കലും നമ്മൾ അങ്ങനെ ആകരുത്. നമ്മൾ ഇമോഷണലി ഫൂളാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഇമോഷണലി ഒരു വ്യക്തിക്ക് അഡിക്റ്റ് ആകുമ്പോഴാണ് നമ്മൾ അങ്ങനെയല്ല നിൽക്കുന്നത്. അവരെന്തൊക്കെ ചെയ്താലും അതെല്ലാം സർവൈവ് ചെയ്ത് നമ്മൾ അതിനെ എക്സ്ക്യൂസ് കണ്ടെത്തി നമ്മൾ നിൽക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ഒരു ഇമോഷണൽ ഫൂളാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷണൽ ടൂളാണെങ്കിൽ നമ്മൾ അങ്ങനെ നിൽക്കും. ഒരു നല്ല റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്മൂത്ത് വേയിൽ പോകും. അതുപോലെ തന്നെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യാനും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനും ഉള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടാവും. ഇതായിരിക്കും ഒരു നല്ല റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആയിരിക്കും എപ്പോഴും നല്ല റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നത്. സോ ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്, നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ്.